ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിനെ പറ്റിയാണ്. ഇന്ത്യൻ ചലച്ചിത്രകലയുടെ പിതാവായി ദാദാസാഹിബ് ഫാൽക്കെ അറിയപ്പെടുന്നു. ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. 1913 റിലീസ് ചെയ്ത ഇന്ത്യൻ ചലച്ചിത്ര ചരിത്രത്തിലെ ആദ്യ ചിത്രമായ രാജാ ഹരിചന്ദ്രയുടെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് ഫാൽക്കെയാണ്. 2009 പുറത്തിറങ്ങിയ പരേഷ് മൊകാഷി സംവിധാനം ചെയ്ത മറാത്ത ഭാഷയിലെ ഹരിശ്ചന്ദ്രാശി ഫാക്ടറി എന്ന ചലച്ചിത്രം ഫാൽക്കെ ആദ്യ ചലച്ചിത്രം നിർമ്മിക്കുന്നതിന് അനുഭവിച്ച പ്രയാസങ്ങൾ വിവരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായാണ് 1969 കേന്ദ്ര സർക്കാർ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ആദ്യമായി ഈ പുരസ്കാരം ലഭിച്ചത് ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന പ്രശസ്ത ഹിന്ദി താരം ദേവിക റാണി റോറിച്ചിനായിരുന്നു. പൃഥ്വിരാജ് കപൂർ, സത്യജിത് റേ, ഭൂപൻ ഹസാരിക, രാജ് കപൂർ, ലതാ മങ്കേഷ്കർ, ശ്യാം ബെനഗൽ, അമിതാഭ് ബച്ചൻ, കെ ബാലചന്ദ്ര, ശിവാജി ഗണേശൻ, രജനീകാന്ത് തുടങ്ങിയ പ്രശസ്തർക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിൽ നിന്നും 2004 അടൂർ ഗോപാലകൃഷ്ണനും 2025 മോഹൻലാലിനും ഈ പുരസ്കാരം ലഭിച്ചു. 55ാമത് പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത്. 1971 പൃഥ്വിരാജ് കപൂറിനും 2017 വിനോദ് ഖന്നയ്ക്കും മരണാനന്തരം ആണ് ഈ ബഹുമതി ലഭിച്ചത്. 10 ലക്ഷം രൂപയും സ്വർണ്ണ കമല മുദ്രയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം.